നമസ്കാരം. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. ഭൂനികുതിയും ഇലക്ട്രിക് വാഹന നികുതിയും വർദ്ധിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്തിയ ബഡ്ജറ്റ് ഭാവി കേരളത്തിൻ്റെ വികസന രേഖയായി മാറുമെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. 1,52,352 കോടി രൂപ റവന്യൂ വരവും 1,79,476 കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിലെ മൂലധന ചെലവ് 26,968 കോടി രൂപയാണ്. ബഡ്ജറ്റ് വിശകലന പരിപാടിയായ ഡീകോഡിംഗ് കേരള ബഡ്ജറ്റിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ എന്നോടൊപ്പം മുൻ വ്യവസായ സെക്രട്ടറി TS ചന്ദ്രൻ, കോൺഗ്രസിൽ നിന്ന് അനൂപ് VR, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിന്ന് അഡ്വക്കേറ്റ് AJ റിയാസ്, KSFE ഡയറക്ടർ T നരേന്ദ്രൻ എന്നിവർ. ആദ്യം ശ്രീ TS ചന്ദ്രൻ, താങ്കൾ എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയ ബഡ്ജറ്റ് എന്ന് ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചത്? കേരളത്തിന്റെ പ്രതീക്ഷ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് ആയില്ല ഇത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിച്ചു, അതൊന്നും തന്നെ വന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ, ഇത് യങ്സ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ടെക്നോക്രാറ്റുകളായിട്ടുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കരുതൽ ഈ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും മറ്റും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പൊ കൊല്ലത്ത് ഒരു IT പാർക്ക് സ്ഥാപിക്കുന്നു, കണ്ണൂരിൽ ഒരു IT പാർക്ക് സ്ഥാപിക്കുന്നു, ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുന്നു, IT എക്സ്പാൻഡ് യുവർ ഓഫീസ് എന്ന് പറഞ്ഞ് പുതിയ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, K-ഹോം എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ കൊല്ലം വിഴിഞ്ഞം പുനലൂർ കോറിഡോർ ഒരു 1000 കോടി രൂപ നീക്കി വെച്ചുകൊണ്ടുള്ള ആ ഒരു പ്രഖ്യാപനം വരുന്നു. അതുപോലെ ഗ്രീൻ ഹൈഡ്രജനിലേക്ക് പോകുന്നു. അതുപോലെ ഫിൻടെക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. സ്പോർട്സ് വ്യവസായത്തിന് ഊന്നൽ നൽകുന്നു, കളിപ്പാട്ട വ്യവസായത്തിന് ഊന്നൽ നൽകുന്നു, സീപ്ലെയിൻ കൊണ്ടുവരുന്നു, അങ്ങനെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പൊ പുതിയ ടൂറിസം മേഖലയിൽ ഹോട്ടലുകളൊക്കെ തുടങ്ങുന്നതിന് 50 കോടി രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും എന്ന് പറഞ്ഞ് KFC അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 20 കോടി രൂപ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, പലിശ ഇളവ് നൽകുന്നതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മൊത്തത്തില് കുറേയേറെ പ്രശ്നങ്ങളും പരാധീനതകളും ഒക്കെയുള്ള ഒരു ബഡ്ജറ്റാണ് ഇത് എന്ന് പറയുമ്പോഴും 2 IT പാർക്ക് പുതിയതായിട്ട് വരുന്നു എന്ന് പറയുന്നതും, ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് പുതിയതായിട്ട് വരുന്നു എന്ന് പറയുന്നതും, അതുപോലെ തന്നെ AI, ഇപ്പൊ നമുക്കറിയാം DeepSeek പോലുള്ള AI ടൂളുകൾ ആഗോളതലത്തിൽ വലിയ പ്രാധാന്യം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അമേരിക്ക പോലും അവസ്ഥ എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ഒരു അവസരത്തിൽ നമ്മൾ ഒരു 10 കോടി രൂപ നീക്കി വെച്ചുകൊണ്ട് ആ ഒരു മേഖലയെ കൂടി പരിഗണിച്ചിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മേഖല എടുത്താലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഊന്നൽ കൊടുത്തിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന IT എനേബിൾഡ് സർവീസുകൾ, ഡിജിറ്റൽ പാർക്കുകൾ, AI ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സ്കീമുകൾ, അതുപോലെ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള പരിപാടികൾ, അതുപോലെ IT എക്സ്പാൻഡ് യുവർ ഓഫീസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ മൊത്തത്തില് നമ്മൾ പ്രതീക്ഷിച്ച പലതും വന്നില്ല എങ്കിലും ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചെറുകിട വ്യവസായ പ്രധാനപ്പെട്ട കാര്യമാണ്
ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം ശരി അത് ഇതിൽ വന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്റർവെൻഷൻ, മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന സ്കീമുകളും ഇതിൽ വന്നില്ല. അപ്പൊ അതുപോലെ അതൊന്നും വന്നില്ല എങ്കിൽ കൂടി അതൊന്നും വന്നില്ല, അതൊക്കെ കുറവുകളാണ്. പക്ഷെ എന്നിരുന്നാലും ഉള്ള ഫണ്ടിൽ നിന്നുകൊണ്ട് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച 1,76,000 കോടിയിൽ ഇവിടെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഐ ടി എനേബിൾഡ് മേഖലയ്ക്ക് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ശരി, താങ്കളുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. അഡ്വക്കേറ്റ് AJ റിയാസ്, ബഡ്ജറ്റ് കേരള വ്യാപാരി വ്യവസായികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ? പൂർണ്ണമായും വ്യാപാരികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പ്രത്യക്ഷത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാത്തതിനെ സ്വാഗതം ചെയ്യാനും അതോടൊപ്പം തന്നെ പ്രളയ സെസ്സിന് ആംനസ്റ്റി ആയിട്ട് അതിന്റെ പിഴ പലിശയും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള പിഴ തുകയും അതിന്റെ പിഴ പലിശയും ഒഴിവാക്കുന്നു എന്നുള്ള നിർദ്ദേശത്തെയും സംഘടന സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഊർജം പകരുന്ന ഒന്നും തന്നെ ബഡ്ജറ്റിൽ കാണാനില്ല എന്നുള്ളൊരു വിമർശനം കൂടി സംഘടന അതോടൊപ്പം തന്നെ വെക്കുകയാണ്. ശരി, ശ്രീ ടി നരേന്ദ്രൻ, ബഡ്ജറ്റ് നികുതി വരുമാനത്തിൽ 9,888 കോടി രൂപയുടെയും നികുതി ഏതര വരുമാനത്തിൽ 1,240 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു. എങ്കിലും കാര്യമായ നികുതി ഒന്നും അടിച്ചേൽപ്പിക്കാതെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രായോഗികമാണോ? നികുതിയുടെ അല്ലെങ്കിൽ ബജറ്റിന്റെ പ്രപ്പോസൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ സർക്കാർ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിന്റെ കീഴിലുള്ള ഒരു സാറ്റലൈറ്റ് മോഡൽ സംവിധാനം മാത്രമാണ്. അധികാരം കുറവാണ്, വിഭവം കുറവാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളോട് ശത്രുതാ മനോഭാവം കൂടി വെച്ചു പുലർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം നാം ഈ ബജറ്റിന്റെ പ്രപ്പോസലുകളെ നോക്കിക്കാണാൻ. കേരളം താണ്ടി വന്ന നിരവധി ദുരന്തങ്ങൾ, കോവിഡ് എല്ലാ ലോകത്താകമാനം ഉണ്ടായി. അതിൽ നിന്നൊക്കെ കരകയറി ഈ ബജറ്റിൽ നാം നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരോ മറ്റ് കടമെടുപ്പ് സംവിധാനങ്ങൾ പോലും അതിക്രൂരമായി പെരുമാറുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു കൊച്ചു സംസ്ഥാനം എങ്ങനെയാണ് ധനകാര്യ മാനേജ്മെന്റിൽ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ മുന്നേറാം എന്ന ഒരു എക്കണോമിക്സ് പഠനമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പഠനശാഖയാണ് ഒരുപക്ഷെ കേരള സംസ്ഥാനത്തെ ബജറ്റ് എന്ന് പൊതുവെ പറയാം. നികുതി വരുമാനം സ്വാഭാവികമായും സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്. ഇവിടെ നേരത്തെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഏത് വിഭാഗത്തിനെയും ടാക്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വിഭവത്തിന്റെ ശോഷണം മാത്രമല്ല, അധികാരവും GST ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനദായക സംവിധാനമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിലാണ് ഉള്ളത്. ഇന്ത്യ രാജ്യത്തെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ വരുമാനദായക സംവിധാനങ്ങളെല്ലാം തന്നെ 70-75% കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അതേസമയം ചെലവിടുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളാണ് ചിലവിടേണ്ടത്. അതുകൊണ്ട് പരാതികളും ആ അർത്ഥത്തിലുള്ള പരിവേദനകളും നാനാവിധത്തിലുള്ള വിമർശനങ്ങളും എല്ലാം ഉയർന്നു വരിക സംസ്ഥാന സർക്കാരിനെതിരെയാണ്. പക്ഷെ വിഭവങ്ങളുടെ കാര്യത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ഈ ബജറ്റിനെ നോക്കിക്കാണേണ്ടത്. 3 കാര്യം ശ്രദ്ധേയമാണ്. തനത് വരുമാനം വർദ്ധിപ്പിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദുഷ്പേര് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല, പക്ഷേ ഒരു സവിശേഷത, സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ വളരെ സജീവമായ സക്രിയമായ പ്രാധാന്യം നൽകി ഉൽപാദന രംഗത്ത് വേണ്ടത്ര മികവ് കാണിക്കാത്തൊരു സംസ്ഥാനം എന്ന ഒരു സവിശേഷമായ കൊട്ടേഷനാണ് കേരളത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിൽ, സാമൂഹ്യക്ഷേമ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ സംവിധാനത്തിന്റെ മുകളിൽ ഉൽപാദന രംഗത്തും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും ഒരു സംസ്ഥാനം എങ്ങനെ മികവ് കാണിക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ ബജറ്റ് അലോക്കേഷൻ മാറുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരെ ആകർഷിപ്പിക്കാനും അവരുടെ പുതിയ സങ്കേതങ്ങളോട് എങ്ങനെയാണ്
പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു സംസ്ഥാന സർക്കാരിന്റെ സമീപനം എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയായി ഈ ബജറ്റ് മാറുകയാണ്. പൂർണ്ണതയല്ല. എല്ലാവരെയും സുഖിപ്പിക്കാനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള വിഭവമില്ല. ആഗ്രഹ അഭിലാഷങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ബജറ്റിന്റെ പ്രപ്പോസൽസ് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരുമിച്ച് മുന്നേറാം എന്ന മഹത്തായ സന്ദേശമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഒട്ടനവധി നൂതനമായ പരിപാടികൾ ഉണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, വേണമെങ്കിൽ പിന്നീടാകാം. ഇവിടെ യുവാക്കളെ എന്നതോടൊപ്പം തന്നെ ഏറ്റവും ഭാവനാത്മകമായി നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹകരണ ഭവന പദ്ധതി എന്നുള്ളതാണ്. ഞാൻ ലൈഫ് പദ്ധതിയുടെ 5.5 ലക്ഷം വീട് കാര്യങ്ങളൊന്നുമല്ല, അത് വളരെ ഇന്നോവേറ്റബിൾ ആണ്. അതിനപ്പുറത്ത് വലിയ വലിയ മാളുകൾ അല്ലെങ്കിൽ വലിയ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ പട്ടണങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള കോപ്പറേറ്റീവ് സംവിധാനങ്ങൾ, അത് ലോക്കൽ ഗവൺമെന്റ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NGO അടക്കം ഒരു സഹകരണ സംവിധാനം ഉണ്ടാക്കി ഒരു ഭവന വായ്പയുടെ മിഡിൽ ക്ലാസ് ഭവനം വളരെ കൃത്യമായി പറയുന്നുണ്ട്. 25 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം വരുന്ന ആ സംവിധാനത്തിന് സർക്കാർ ഒരു പുതിയ ആവേശം കൊടുക്കുക. സഹകരണ ഭവന പദ്ധതി വളരെ ഐഡിയലായി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മറ്റൊന്ന് ന്യൂ ഇന്നിങ്സാ. നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒരുപക്ഷെ അനാഥത്വം പേറുന്ന പ്രായമായ ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ ചിഹ്നിച്ചെതിരെ കിടക്കുന്നത്. റിട്ടയറായി, മക്കളൊക്കെ വേറെ പല കാര്യങ്ങളായിട്ട് പോകുന്നു, സ്ഥലത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ലോകം. ആ സമയത്ത് അവരുടെ ഇടയിലേക്ക് നിങ്ങൾക്കിനിയും ബാല്യമുണ്ട് എന്ന് പരാമർശിക്കുന്ന വിധത്തിൽ വിവിധങ്ങളായ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ എന്താണോ സമൂഹത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വശം. വലിയ തുക മാറ്റിവെച്ച് അവർക്ക് സ്വർഗരാജ്യം പണിതു കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവരെ എല്ലാവരെയും, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, എല്ലാവരെയും കാണുന്നു, തലോടുന്നു. അവർക്ക് ആവശ്യമായ രീതിയിൽ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്. ശ്രീ ടി നരേന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയെക്കുറിച്ച് ഈ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനപ്പുറത്ത് ധനസമാഹരണത്തിനുള്ള ക്രിയേറ്റീവായ നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിൽ ഇല്ല. ചെലവ് കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളില്ല. ഈ തരത്തിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക? ചെലവ് കുറയ്ക്കുന്നത് ഇവിടെ ആദ്യം അവതാരകൻ സൂചിപ്പിച്ചു 1600 കോടി രൂപയുടെ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല എന്നുള്ളത്. നോക്കൂ, ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് 1/5 ജനവിഭാഗത്തിന്, 1/5 1600 രൂപ വെച്ച് കൊടുക്കുന്ന ഏറ്റവും മൈക്രോ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിക്കുന്ന സംവിധാനം ഉള്ളത്? വരുമാനം എന്താ? 1000 കോടി രൂപയാണ് കേരള സംസ്ഥാനത്തിന് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വരുന്ന തുക. എവിടെയാണ് വരുമാനം? ഉത്തേജിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വരുമാനത്തിന്റെ സ്രോതസ് എവിടെ? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് എന്നാ പിന്നെ ഇതൊന്നും ചെയ്യണ്ട വിചാരിച്ച് മാറിപ്പോകാനല്ലോ. നെവർ ഗീവ് അപ്പ്. എന്താ സാധ്യത? ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഭൂനികുതി വർദ്ധിപ്പിച്ചു എന്നൊരു പരാമർശം സൂചിപ്പിച്ചു. ഭൂനികുതി എത്രയാ വർദ്ധിപ്പിച്ചത്? 50%. 50%. തുക എത്രയാ? 50% തുക എത്രയാ? 40 കൊല്ലക്കാലമായി വർദ്ധിപ്പിക്കാത്തൊരു സാധനത്തിന് 1 സെന്റ് ഭൂമിക്ക് 3 രൂപയെ വരുന്നുള്ളൂ. പുതിയത് 2 രൂപയായിരുന്നു. ഒരു കൊല്ലാണ്. ഈ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണ് അതൊരു വർധന ഭാരം എന്ന് പറയാൻ കഴിയുക? 1 സെന്റ് സ്ഥലത്തിന് എന്താവില്ല? വിഭവമില്ലല്ലോ നമുക്ക്. നമ്മുടെ ഒരു പ്രയാസം പരിമിതി ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അവരോടടക്കം സഹകരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഗിഫ്റ്റാണ്, സംഭാവനയാണ്, ഡൊണേഷനാണ്. അങ്ങനെ കാണണം. അത് നികുതി പോലും അല്ല. എന്താ കാരണം? വയനാട് എന്താ 750 കോടി നമ്മൾ കൊടുക്കല്ലേ ചെയ്യുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് അനൂപ് VR, ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണിത് എന്ന വിമർശനമുണ്ടോ? ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്കറിയാം. അതൊരു എല്ലായ്പ്പോഴും തുടർച്ചയാണ്. ഭരണവും തുടർച്ച തന്നെയാണ്. നമ്മൾ ഈ ബഡ്ജറ്റിന് വിലയിരുത്തുമ്പോൾ
ഇത് ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ ബഡ്ജറ്റ് ആണ്. ഇതിനു മുൻപുള്ള ബഡ്ജറ്റുകൾ മുന്നോട്ട് വെച്ചത് എന്താണ്, അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. മുൻ വർഷങ്ങളിൽ ഇതുപോലെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ബജറ്റ് അവസാനം അതിലെ പദ്ധതി തുക വിനിയോഗിച്ചത് 50% പോലും വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം. പല വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതേസമയം പല വകുപ്പുകളിലും 50% എന്ന് പറയുന്ന ഒരു എക്സാജറേഷൻ ആണ്. വകുപ്പുകൾ അതിൽ താഴെയാണ് 20%, 23% എന്നൊക്കെ പറയുന്നത്. അതിന്റെ അവിടെ വകുപ്പുകൾ കൊടുത്ത ജീവനക്കാർക്ക് കൊടുത്ത ശമ്പളമാണ്. ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് അത്തരം പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ ഒരു സിംഹഭാഗവും ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പള ഇനത്തിൽ തന്നെ വലിയൊരു തുക ചെലവാകുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഒന്നും തന്നെ ചിലവാക്കാത്ത, നൂതനമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ബജറ്റുകൾ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബജറ്റിനെ പ്രതീക്ഷാപൂർവ്വം കാണാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. പലപ്പോഴും ഇതിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട്സ് ആയി ഗവൺമെന്റ് കൊണ്ടുവന്ന പലതും അടിത്തട്ടിൽ സമ്പൂർണമായ പരാജയമായിരുന്നു. ഇപ്പോ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞ്, ഒരു ഇടതു ബദൽ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിരുന്ന ജനകീയ ഹോട്ടൽ, ആ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. സിവിൽ സപ്ലൈസ്, റേഷൻ കടകളെ സംബന്ധിച്ച് അത് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് പോലും പൈസ കൊടുക്കാനില്ലാത്ത, ജനങ്ങളെ പ്രാഥമികമായും ബാധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിൽ അത്തരം വളരെ ഗുരുതരമായ അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം പറയാം. ഞാനൊരു അഭിഭാഷകനാണ്. ഇവിടെ ബെയിന് 500 രൂപ കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഒരു കണക്കനുസരിച്ച്, ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് വിധി പ്രസ്താവിച്ച തടവുകാരല്ല, മറിച്ച് ബെയിൽ, ജാമ്യത്തിൽ പോകാൻ കഴിയാത്ത സാഹചര്യം മൂലം ജയിലുകളിൽ അടയ്ക്കപ്പെടുന്ന വലിയ വിഭാഗം. അവർ അടിത്തട്ട് വിഭാഗങ്ങളാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളാണ്. അവരെ സംബന്ധിച്ച് 500 രൂപ എന്ന് പറയുന്ന ഒരു വലിയ തുകയാണ്. അങ്ങനെ ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ബെയിലാണ് നിയമം എന്ന് പറയും. അത് അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നതിന്റെ അപവാദമാണ്. അതിന് പോലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ് വലിയൊരു വർധനവ് കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭാവനയും ഇല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിനപ്പുറം പ്രയോഗ തലത്തിൽ ഈ 4 ബജറ്റുകളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇത് 5ാമത്തെ ബജറ്റാണ്. LDF സർക്കാരിനെ സംബന്ധിച്ച് ഇത് അവസാന ബജറ്റാണ്. പക്ഷെ 4 ബജറ്റുകൾ അവശേഷിക്കുമ്പോൾ ഓരോ വർഷവും വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും പ്രയോഗത്തിൽ എന്ത് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു ഓഡിറ്റിങ്ങിന് വിധേയമാകുമ്പോൾ നമ്മളെ സാധാരണക്കാരനെ ബാധിക്കുന്ന വകുപ്പുകൾ, ഇപ്പൊ വനം വകുപ്പ് അല്ലെങ്കിൽ വന്യജീവി ശല്യം നടക്കുന്നു, അതിനകത്ത് അനുവദിക്കപ്പെട്ട തുക ബജറ്റിൽ പ്രഖ്യാപനത്തിന് ശേഷം അടുത്ത വർഷം നോക്കുമ്പോൾ ആ അനുവദിക്കപ്പെട്ട അതിന്റെ ബാക്കി പത്രം എന്താണ്? ഈ പറയുന്ന വകുപ്പുകളിലൊക്കെ ധനകാര്യമന്ത്രി വന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി പോകുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ആ പിറ്റേ വർഷം വരുമ്പോൾ, ഇത് ഇന്ന് എല്ലാവർക്കും ലഭ്യമാണ്, ഇതൊന്നും രഹസ്യരേഖയല്ല, കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അനുവദിക്കപ്പെട്ട തുക എന്താണ് എന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം അത് ലോക തലത്തിൽ എത്ര തുക ചിലവഴിച്ചു എന്ന് നോക്കിയാൽ തന്നെ ഈ പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കിഫ്ബി എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ബജറ്റ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. അതൊരു ഗവൺമെന്റ് നടത്തുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, നിയമസഭയുടെ അംഗീകാരത്തോടുകൂടി സമർപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബജറ്റിനൊരു തുക പറഞ്ഞതിന് ശേഷം പിന്നീട് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അതിനെ അട്ടിമറിക്കുകയാണ്. നിയമസഭയെ, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബി ബജറ്റിനകത്ത് വളരെ കൃത്യമാണ്, ഇത്ര ഭാഗം SC/ST വിഭാഗങ്ങൾക്ക് അലോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ കിഫ്ബിയിൽ അങ്ങനെയില്ല. ഇത് സത്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ്. കിഫ്ബിയുടെ ടോള് പിരിക്കാൻ ശ്രീ അനൂപ്, കിഫ്ബിയുടെ ടോള് പിരിക്കാൻ അനുവദിക്കില്ല എന്നാണ് കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. തീർച്ചയായും ഇവിടെ ഇപ്പൊ നാഷണൽ ഹൈവേ, ഞങ്ങൾ ടോൾ വിരുദ്ധരൊന്നുമല്ല. UDFന്റെ സമീപനം എന്ന് പറയുന്നത് ടോളിനെതിരല്ല. പക്ഷേ UDF തന്നെ BOT
അല്ല, ടോൾ കൊടുക്കുമ്പോൾ കേരളത്തിലെ റോഡുകളിലൂടെ താങ്കൾ ഒരിക്കൽ യാത്ര ചെയ്താൽ അറിയാം, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ടോൾ കൊടുക്കാൻ എന്ത് ബാധ്യതയാണുള്ളത് ചോദിക്കാനുള്ള ധാർമ്മികമായ പക്ഷേ ബാധ്യത യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പണിത BOT പാലങ്ങളും റോഡുകളും ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് UDF-ന്റെ കാലത്താകട്ടെ LDF-ന്റെ കാലത്താകട്ടെ ഇപ്പോൾ സംസ്ഥാന പാത എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയിൽ നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ട്. സംസ്ഥാന പാതകളിലേക്ക് കൂടി ഇത് കൊണ്ടുവരാൻ പോവുകയാണ്. ഇവിടെ ഉമ്മൻചാണ്ടി നടത്തിയതിൽ കൂടുതൽ അടിസ്ഥാന മേഖലയിലും അടിസ്ഥാന ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ എന്താണ് LDF കൊണ്ടുവന്നത്? LDF അതിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ അതിന്റെ ഒരു സ്തംഭമായി, അതിന്റെ ഒരു മോഡലായി പറയുന്നത് ലൈഫ് മിഷൻ ആണല്ലോ. ഞാൻ ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും, ലൈഫ് മിഷനിൽ ഇതുവരെ LDF കൊടുത്തതിൽ അധികം പല ടൈറ്റിലുകളിലായി, മത്സ്യത്തൊഴിലാളി വകുപ്പിന്റെ കീഴിൽ അല്ലെങ്കിൽ പദ്ധതിയുടെ കീഴിൽ, SC/ST വകുപ്പിന്റെ കീഴിൽ, അതൊക്കെ ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുള്ളതാ. ഇവരതിന് ലൈഫ് എന്ന് പറഞ്ഞ് പല പദ്ധതികളും കൂടി സ്വരൂപിച്ചുകൊണ്ട് ഒന്നായി അവതരിപ്പിക്കുകയും അതെന്തോ വലിയ പ്രൊജക്ട് ആണെന്ന് തരത്തിൽ അത്തരം ഒരു PR വർക്കിലൂടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, കേന്ദ്രത്തിൽ നമ്മൾ എതിർക്കുന്ന ഒരു കാര്യമാണ് മോദി പെട്രോളിന്റെ വില കൂട്ടുന്ന എല്ലാ സമയത്തും പറയുന്നത് എന്താ? അത് പാവപ്പെട്ട ആളുകൾക്ക് ശൗചാലയം പണിയുന്നതിന് വേണ്ടി, കക്കൂസ് പണിയുന്നതിന് വേണ്ടി എന്ന് പറയുന്ന മോഡി കേന്ദ്രത്തിൽ പറയുന്നെങ്കിൽ കേരളത്തിൽ ഇന്ധന സെസ് നടപ്പിലാക്കിയപ്പോൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് പറഞ്ഞത് എന്താ? ഇവിടെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനാണ്. 2500 രൂപയുള്ള ക്ഷേമ പെൻഷൻ ഒരു നാമമാത്ര വർധനവ് പോലും നടത്തിയിട്ടില്ല. കേന്ദ്രത്തിൽ മോദി പറയുന്നത് അതേ തരത്തിൽ മോദിയുടെ ഒരു കാർബൺ കോപ്പി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുക. അടിസ്ഥാന ജനങ്ങളെ, അടിത്തട്ട് ജനതയെ സ്പർശിക്കുന്ന ഒരു വികസന സമീപനം ഞങ്ങൾ ബദലാണെന്ന് പറയുമ്പോൾ പോലും മുന്നോട്ട് വെക്കാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എനിക്ക് വേറെ ചർച്ചകൾ പോകേണ്ടതുണ്ട്. അപ്പോ ഇതാണ് കേരളത്തിൽ കൺക്ലൂഡ് ചെയ്താൽ ഇപ്പൊ ഷേക്സ്പിയർ പറയും, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. ഒരു പുകയും പഠനവും ഉണ്ടാക്കി ധനമന്ത്രിയുടെ പ്രസംഗത്തിനപ്പുറം കേരളത്തെ ഒരിഞ്ച് പോലും മുന്നോട്ട് നയിക്കാവുന്ന ഒന്നും തന്നെ ഈ ബജറ്റിലില്ല എന്ന് മാത്രമല്ല, മുൻകാല ബജറ്റ് വിഭാഗത്തിൽ ഇതെങ്ങനെ തന്നെ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് സംശയം. ശരി, ശ്രീ TS ചന്ദ്രൻ, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചത് അപ്രതീക്ഷിതമായൊരു നടപടിയല്ലേ, പ്രത്യേകിച്ച് EV-യുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ? ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് വരുമാനം വർദ്ധിപ്പിക്കാതെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ EV വാഹനങ്ങള് വലിയൊരു പ്രചാരണ ഒരു അട്രാക്ഷൻ ആയിട്ട് വരാൻ പോവുകയാണ്. അപ്പൊ EV വാഹനങ്ങളല്ലേ ആൾക്കാർ മേടിക്കുക. ഈ മേടിക്കുന്ന സാധനങ്ങൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ചാലല്ലേ സർക്കാരിന് കിട്ടുള്ളൂ. ഇപ്പൊ EV വാഹനങ്ങൾ ഏത് വാഹനം മേടിച്ചാലും 18%, 28%. വാഹനങ്ങളുടെയൊക്കെ GST എന്ന് പറയുന്നത് 28% ആണ്. 28% GST കൊടുത്തിട്ടാണ് ഏതൊരു വ്യക്തിയും ഇന്നൊരു വണ്ടി റോഡിൽ ഇറക്കുന്നത്. അതിന്റെ കൂടെ ഒരു 8% കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ബാധ്യത തന്നെയാണ്. ഈ പ്രിയപ്പെട്ട ശ്രീ അനൂപ് വക്കീല് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയോടെ കേൾക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇപ്പോ ഈ LDF സർക്കാരിനെ സംബന്ധിച്ചുള്ള ധനകാര്യ മാനേജ്മെന്റ് പോരാ എന്നുള്ള അഭിപ്രായം നമുക്ക് പേഴ്സണലായിട്ട് മാത്രമല്ല, ഇപ്പൊ നീതി ആയോഗ് ഈ അടുത്ത കാലത്ത് പുറത്തുവിട്ട ചില കണക്കുകൾ, അതിൽ 18 സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിച്ച് എടുത്തതിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 15ആണ്. 15ാം സ്ഥാനത്താണ് ഈ എഫിഷ്യൻസി, ധനകാര്യ മാനേജ്മെന്റിലെ എഫിഷ്യൻസിയില് എത്തി നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തില് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓരോ വർഷവും ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച് വർദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പിന്നീടും അതിൽ നിന്നും വലിയ തോതിലുള്ള കട്ട് ഡൗൺസ് ഉണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് 50% വരെ കട്ട് ചെയ്ത് കൊണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാതെ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പൊ കിഫ്ബിയെ നമ്മളൊരു ഓപ്ഷൻ ആയിട്ടാണ് എടുത്തത്. പക്ഷെ കിഫ്ബി നിങ്ങൾ നോക്കൂ, 38,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ചെറിയ ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ ചെയ്തതിലെ കൂടുതൽ കാര്യങ്ങളെ കിഫ്ബി വഴി ചെയ്തു എന്നുള്ളത് കൊണ്ട് കിഫ്ബി ഒരു ബാധ്യതയാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ യോജിപ്പില്ല.
ശരിക്കും 67,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി കൊടുത്തു എന്നാണ് ഇതിന്റെ രേഖകൾ പറയുന്നത്. 38,000 കോടി രൂപ നടപ്പിലാക്കി. അതുപോലെ ഈ വികസനേതര ചെലവുകളെ നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ കടബാധ്യത കുറയ്ക്കുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റവന്യൂ ചെലവുകള് എടുത്തു കഴിഞ്ഞാൽ 2001 നമ്മുടെ റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത് 20,000 കോടിയാണ് എങ്കിൽ 23-24 എടുത്തു കഴിഞ്ഞാൽ അത് 1,50,000 കോടിയോളമായിട്ട് മാറുകയാണ്. 50,000-ൽ മുകളിൽ വരികയാണ്. അപ്പൊ എത്ര മടങ്ങ് വർധനവാണ് ഈ റവന്യൂ ചെലവുകളിൽ ഉണ്ടാകുന്നത്? ഈ റവന്യൂ ചെലവുകളെ നിയന്ത്രിക്കാതെ ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പൊ അതിന് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, സർക്കാർ ജീവനക്കാർക്ക് 6 ഗഡു ക്ഷാമബത്ത കൊടുക്കാനുണ്ട്. ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം 24 ജൂലൈ 1 മുതൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ജൂലൈ 1 മുതൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് കമ്മീഷനെ വെച്ചിട്ടില്ല. അതിനൊരു കമ്മീഷനെ വെച്ച് ഈ DA 6 ഗഡു DA മുഴുവനും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന്റെ ഏതാണ്ട് ഒരു 50% 50% അല്ലെങ്കിൽ ഒരു 30% അതിനെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ആ ഒരു സാഹസത്തിന് എന്തായാലും നമ്മുടെ ധനകാര്യമന്ത്രി തുനിഞ്ഞിട്ടില്ല. ഇവിടെ കേരളം നേരിടുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? കേരളത്തിന്റെ സാമ്പത്തിക മേഖല നേരിടുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, 1 കടബാധ്യത, 2 മൂലധന നിക്ഷേപം കുറയുന്നു, 2 ജനങ്ങളുടെ കുടിയേറ്റം, പ്രാദേശിക തൊഴിലവസരങ്ങൾ കുറയുന്നു, സ്കിൽഡ് ആയ യങ്സ്റ്റേഴ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ഉണ്ടാകുന്നില്ല, വിപണിയിൽ മാന്ദ്യം ഉണ്ടാകുന്നു. ഇപ്പം നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മള് ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ കുടിയേറി പാർക്കുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ന്യായമായ ഒരു തുക ഇങ്ങോട്ടേക്ക് ഈ കേരളത്തിന്റെ എക്കോണമിയിലേക്ക് വരുന്നു. അപ്പോ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. എന്നാൽ ഇപ്പോ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് വ്യാപകമായി കുടിയേറി പാർക്കുമ്പോൾ, മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, അവിടെ PR കിട്ടി, അവിടെ ഫ്ലാറ്റ് വാങ്ങി, അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അവിടെ അവരുടെ എക്സ്പെൻഡിച്ചർ പരിമിതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒരു ഫണ്ട് ഫ്ലോ ഈ കുടിയേറ്റ മൈഗ്രന്റ് വ്യക്തികളിൽ നിന്നും പഴയതുപോലെ നമുക്കുണ്ടാകുന്നില്ല. അപ്പൊ നമ്മുടെ എക്കോണമിയുടെ ആരോഗ്യകരമായ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിദേശ ഫണ്ട് കൂടിയാണ്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ്. ഈ സോഴ്സ് ഇപ്പോൾ കുറയാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ധനകാര്യ മാനേജ്മെന്റ് രംഗത്ത് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞത്, ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നം നമുക്ക് വലിയ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ വൃദ്ധ ജനങ്ങളുടെ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു. അപ്പൊ ഇതിനെ രണ്ടിനെയും ഈ ബഡ്ജറ്റില് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്കീം കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ അധ്വാന ശക്തി ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്കീം തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വലിയ പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തി അതിനൊരു റെമഡി എന്ന നിലയിൽ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നല്ല. ഇനിയും ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ഗവൺമെന്റ് തലത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമത അതിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഒറ്റ എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇപ്പം കേരളത്തിലെ KSRTCയെ തടഞ്ഞു നിർത്തിയത് നമ്മുടെ ശ്രീ രാജഗോപാൽ ബഡ്ജറ്റിൽ ഇന്ന് പറഞ്ഞൊരു ഫിഗർ ഉണ്ട്. 6,864.22 കോടി രൂപ KSRTCക്ക് കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് 2016 മുതലുള്ള കണക്കാണ്. 2016 മുതലുള്ള കണക്കാണ്. ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത്ര വലിയ ഒരു തുക എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ്?
അപ്പൊ ഈ ഒരു തുക കൊടുക്കുന്നത് തികച്ചും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പർപ്പസിനാണ്. അതിൽ നിന്നും ഈ സൊസൈറ്റിക്ക് ഏൺ ചെയ്യാനൊന്നുമില്ല. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, അവിടുത്തെ ആളുകൾക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത്തരം മേഖലകളിലൊക്കെ കുറച്ച് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ കൊണ്ടുവന്ന് സർക്കാരിന്റെ ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കണം. ശരി, അല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. വ്യക്തമാണ്. ഞാൻ നിലവിടുകയാണ്. ശ്രീ ടി നരേന്ദ്രൻ, അദ്ദേഹം പറഞ്ഞതുപോലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലുള്ള പോരായ്മകൾ, മൂലധന നിക്ഷേപം കുറയുന്നു, KSRTC പോലെ നഷ്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനം ഇതിങ്ങനെ തുടരേണ്ടതുണ്ടോ? മൂലധന നിക്ഷേപത്തിലെ സമീപകാലത്തുണ്ടായ വർധനവാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസന്റേഷനിൽ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള പഴയ ഒരു വിമർശനം ക്ഷേമ കാര്യങ്ങളിൽ അമിത കേന്ദ്രീകരണവും സാമൂഹ്യ രംഗങ്ങളിൽ നേരത്തെ പറഞ്ഞ KSRTC പോലുള്ള പാഴ്ചെലവ്, ഞാനത് കൊട്ടേഷനിലെ പറയുന്നുള്ളൂ കേട്ടോ, ഞാൻ എൻഡോഴ്സ് ചെയ്യല്ല, എല്ലാം പാഴ്ചെലവ് എന്നുള്ള ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നിരുന്നുവെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു എന്ന പോസിറ്റീവ് സിഗ്നലാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ പറഞ്ഞ മൂലധന ചെലവിൽ തന്നെ ഇപ്രാവശ്യത്തെ ബജറ്റിൽ കൃത്യമായി ഇയർമാർക്ക് ചെയ്തതുപോലെ ഈ വർഷത്തും 22,000-ലധികം കോടി രൂപ, 22,698 രൂപ എക്സ്ക്ലൂസീവ്ലി മൂലധന ചെലവാണ്. അടുത്ത വർഷത്തേക്ക് 26,984 കോടി രൂപ വരവെച്ചു എന്നുള്ളത് ടുവേഴ്സ് എ പോസിറ്റീവ് ഡയറക്ഷൻ. ഇതാണ് എന്റെ കണ്ടൻഷൻ. ഒറ്റ കാര്യം പറയാം, കേരളത്തിന് സവിശേഷമായ പ്രാധാന്യം എന്താ? ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കി, വിദ്യാഭ്യാസം കൊണ്ടുവന്ന്, ആരോഗ്യം കൊണ്ടുവന്ന്, അങ്ങനെയാണ് മാനവ വികസനത്തില് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ ഉച്ചാടനം അടക്കം നടക്കുന്നത്. ലോകത്തെ ഏത് രാജ്യം എടുത്താലും വികസനത്തിന്റെ പാറ്റേൺ എന്താ? ദാരിദ്ര്യം ഇല്ലാതാക്കി, വിദ്യാഭ്യാസം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ഇൻഫ്രാസ്ട്രക്ചർ പണിത്, ടെക്നോളജിയെ എംബ്രേസ് ചെയ്യലാണ് ഇതിന്റെ റൂട്ട് മാപ്പ്. കേരളം ഒഴിച്ച് ഇന്ത്യയില് ആദ്യം പറഞ്ഞ സ്റ്റെപ്പുകൾ പിന്നിട്ട എത്ര സംസ്ഥാനങ്ങളുണ്ട്? അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് അനൂപ് പറഞ്ഞു ഇത് 5ാമത്തെ ബഡ്ജറ്റ് അല്ല, ഇത് 10ാമത്തെ ബഡ്ജറ്റാണ്. ഇതിനൊരു ക്രോണോളജി ഉണ്ട്. 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 1,600 രൂപ. നീതി ആയോഗ് പറയണത് അത് പാടില്ല. ധനകാര്യ മാനേജ്മെന്റിന്റെ തിയറി അനുസരിച്ച്, എക്കണോമിക് തിയറി അനുസരിച്ച് ഇത് വേസ്റ്റ് ആണ്. പക്ഷെ ഐഡിയോളജിക്കലി ലെഫ്റ്റ് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. 1,600 രൂപ വെച്ച് 60 ലക്ഷം പേർക്ക് കൊടുക്കുമ്പോൾ കേരള എക്കണോമിയില് 1000 കോടി രൂപയുടെ ക്രയവിക്രയം ഒരു മാസം നടക്കുമ്പോഴാണ് ഈ പേപ്പർ മേടിക്കാനുള്ള കാശ് കിട്ടണത്, വ്യാപാരം ചലിക്കണത്, ബാർബർ ഷാപ്പ് ചലിക്കണത്, TV ചാനലിന് അവരുടെ കേബിളിന്റെ പൈസ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് എക്കണോമിനെ ചലിപ്പിക്കുന്നത്. മൈക്രോ തലത്തില് വേസ്റ്റ് ആയിരിക്കാം, പുനരുത്പാദനമല്ലെന്ന് പറയാം. നരേന്ദ്രൻ അങ്ങനെയല്ല. ക്ഷേമ പെൻഷൻ 1,800 രൂപ ആക്കുമെന്ന് പൊതുവെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുണ്ടായിട്ടില്ല. ശമ്പള വർധനവിന്റെ കാര്യം ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിട്ടില്ല. പ്രതീക്ഷിക്കുന്നത് നല്ലതാണ്. 2,500 അവർ തരാന്ന് പറഞ്ഞേക്കണത്. പക്ഷെ 2,500 തരാന്ന് പറഞ്ഞ സമയത്ത് 50,000 കോടി രൂപ കേന്ദ്രം കട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ആ പ്രതീക്ഷയെ എങ്ങനെ കവച്ചു വെക്കും എന്നുള്ള അന്വേഷണമാണ്. ഇപ്പൊ എന്താ തീരുമാനിച്ചത്? 3 മാസത്തെ പെൻഡിങ് ഉണ്ടെന്നേ. ഇപ്പോ 18 മാസം കുടിശ്ശികയായിട്ടല്ലേ 2016 ബാറ്റ് കൈമാറുന്നത്. 18 മാസം അഡീഷണൽ ആയിട്ട് കൊടുത്തില്ലേ? അങ്ങനെ വന്നതല്ലേ 3 മാസത്തെ പെൻഡിങ്. അതിപ്പോ കൊടുത്തു തീർക്കും. അതിനുശേഷം കുറയ്ക്കുന്നല്ല പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയുണ്ട് 5-ൽ ഒരാൾക്ക് പേർക്ക് എങ്ങനെയാണ് 1,600 കോടി രൂപ വെച്ച് ഇന്ത്യ രാജ്യത്ത് കൊടുത്താൽ ഇന്ത്യയിലത്തെ പട്ടിണി മാറും? എന്തേ കേരളത്തിൽ മാത്രം പട്ടിണി മാറിയത്? 32% ബീഹാറിലെ പട്ടിണി. 75 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആഘോഷിക്കല്ലേ, തിമിർക്കല്ലേ? ഭക്ഷണം ഇല്ലാതെ ചത്തുപോകുന്ന ആളുണ്ട് എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. കേരളത്തിലോ 64,004 ടു ബി സ്പെസിഫിക്. 44,000 കവർ ചെയ്തു. വീണ്ടും 60 കോടി രൂപ വെച്ചേക്കുക. ലോകത്ത് തന്നെ ഒരു വിസ്മയം, ഒരു കൊച്ചു സംസ്ഥാനം നേടുക. പട്ടിണിയില്ലാത്ത രാജ്യം വേണമെന്ന് പറയുന്നതിന് പൊളിറ്റിക്സ് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് AJ റിയാസ്, ടൂറിസം വികസനത്തിന് K-ഹോം പദ്ധതി, വർക്കിംഗ് സ്പേസുകൾ നിർമ്മിക്കാൻ വായ്പാ പദ്ധതി, അതുപോലെ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് ഹൈഡ്രജൻ വാലി പദ്ധതി തുടങ്ങിയ പദ്ധതികൾ, ഇത് വ്യാപാര വ്യവസായ മേഖലയ്ക്ക് ഒരു പുതിയ ഉത്തേജനം നൽകുമോ?
തീർച്ചയായും അത്തരം പദ്ധതികളെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആ ആ മേഖലകളിലേക്കുള്ള ഇടപെടൽ സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ ചന്ദ്രൻ സാർ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സ് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യം വിട്ടു പോകുമ്പോൾ ഏത് സ്കില്ലില്ലാത്ത ആൾക്കും അയാളുടെ ഉപജീവന മാർഗത്തിന് അയാൾ തൊഴിലില്ലാത്തവനാകാതിരിക്കുന്നത് ഈ മേഖലയിലുള്ള ചെറുകിട വ്യാപാരികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അവരെ കൂടി അതുപോലെ പരിഗണിച്ചാൽ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ബഡ്ജറ്റിന് തൊട്ടു മുമ്പായിട്ടാണ് കേരളത്തിലെ വ്യാപാരികൾക്കെല്ലാം പ്രൊഫഷണൽ ടാക്സുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത്. 1250 രൂപ എന്ന ഏറ്റവും ഉയർന്ന നിരക്ക് മാത്രം മാറ്റാൻ കഴിയാത്തത് കൊണ്ട് അത് മാറ്റാതെ ബാക്കി എല്ലാ നിരക്കുകളും വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കണമെങ്കിൽ വ്യാപാര മേഖലയെ കൂടി വിശ്വാസത്തിലെടുക്കണം. അതിനാവശ്യമായ ബഡ്ജറ്റ് ചർച്ചയിൽ അതിനാവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ബഡ്ജറ്റ് ചെറുകിട മേഖലയെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടോ? ഈ ബഡ്ജറ്റിൽ ആകെ ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റേ സ്റ്റാർ ഹോട്ടലുകളുടെ, അത് ഈ ടൂറിസത്തിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ള കോവിഡ് കാലത്ത് നികുതി കുടിശ്ശികയിൽ അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ചെറുകിട വ്യാപാരികളെ ബഡ്ജറ്റിൽ എവിടെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്? MSME പോലുള്ള വ്യവസായങ്ങൾ, ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്താണ്? MSME പോലുള്ള വ്യവസായ, അതായത് ഇപ്പൊ വ്യാപാരികളെ കൂടി MSMEയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഒരു MSMEക്ക് ഒരു വായ്പയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാൽ ഇപ്പോഴും തേരാപ്പാര നടപ്പ് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപ ആളുകൾ കട്ടോണ്ട് പോകുമ്പോൾ, നിസ്സാരമായി കട്ടോണ്ട് പോകുമ്പോൾ ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ ഒരാൾ പരിശ്രമിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് വേണ്ടി ഏതാണ്ട് 25,498 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തൊക്കെ പദ്ധതികളാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പദ്ധതികൾ എന്താണെന്ന് അറിയാതെ അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചെറുകിട വ്യവസായ മേഖലയോട് അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ലേ? അല്ല, ചെറുകിട വ്യവസായ മേഖലയോട് അതിന്റെ ശ്രമം ഉണ്ടായി എന്നുള്ളത് നമ്മൾ അതുകൊണ്ട് തന്നെയാണല്ലോ ബഡ്ജറ്റ് വ്യാപാര സൗഹൃദ ബഡ്ജറ്റാണ്, തുറന്ന് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം അതാണ്. പക്ഷെ അപ്പോഴും ഏറ്റവും ചെറിയ വ്യാപാരികൾ, കേരളത്തിൽ ഏതാണ്ട് 14 ലക്ഷത്തോളം ചെറുകിട കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളും എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1/2 കോടിയിലധികം ആളുകൾ നേരിട്ട് ഈ ചെറിയ കടകളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഉദാരമായ ഒരു സമീപനവും അതുപോലെ ഒരു പരാമർശങ്ങളും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇത് സംബന്ധിച്ച് ധനമന്ത്രിയുമായി ചർച്ചകൾ നടത്തുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? പ്രീ ബഡ്ജറ്റ് ചർച്ചകളിലെല്ലാം നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ GSTയുടെ നമ്മുടെ പരിധി വർദ്ധിപ്പിക്കണം, കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തിയത്. എങ്കിൽ പോലും നമ്മൾ ഈ ആംനസ്റ്റി സ്കീമുകൾ അടക്കം എല്ലാ വിഷയങ്ങളുമായി ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടും ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ TS ചന്ദ്രൻ, ചെറുകിട വ്യവസായികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന് അവർ പറയുമ്പോഴും 25,498 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ പീഡിത വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിന് 4 കോടി രൂപ, കൊച്ചി പാലക്കാട്ട് ഹൈടെക് വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമഗ്ര സാമ്പത്തിക പുനഃസംഘടനാ പദ്ധതിക്ക് 275.1 കോടി രൂപ ഇങ്ങനെ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളൊരു വാദം ശരിയല്ല എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അങ്ങനെ ഈ ചെറുകിട വ്യവസായ മേഖലയെ അവഗണിക്കാൻ കഴിയില്ല. ഇപ്പം നിക്ഷേപ സൗഹൃദമായിട്ടുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരാൻ പോകുന്ന ഈ 20, 21, 22 തീയതികളില് നടപ്പാക്കാൻ പോകുന്ന ആഗോള നിക്ഷേപക സംഗമമുണ്ട്, കൊച്ചിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായിട്ട് പോലും 22 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വ്യാപാരി വ്യവസായി സുഹൃത്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യം, ഈ വ്യാപാരി വ്യവസായികൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്.
ഇവരുടെ പല ഞാൻ വ്യാപാരി അല്ലെങ്കിലും വ്യാപാരി സുഹൃത്തുക്കളുടെ ഒത്തിരി മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഇതാണ്. GST പോലുള്ള കാര്യങ്ങളിൽ ബഡ്ജറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. GST സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും GST കൗൺസിലാണ്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ പോലും GST ഇളവുകളോ GST സംബന്ധിച്ച പ്രഖ്യാപനങ്ങളോ ഉണ്ടാവില്ല. വേണമെങ്കിൽ അത് നയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ വാണിജ്യ മേഖല കേരളത്തിൽ ഫേസ് ചെയ്യുന്ന അതിന്റെ ഓർഗനൈസേഷൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് എടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് എടുക്കാൻ കഴിയും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പ്രത്യേകിച്ച് ഒരു സംസ്ഥാനം എന്ന പദവി വഹിക്കുന്ന ഒരു കേരള ഗവൺമെന്റ് നാളെ തീരുമാനിക്കുകയാണ് ഇവിടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള മേഷോയോ അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പോ സൊമാറ്റോ അത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ഒരു ഭരണഘടന പറയുന്നത് ഇന്ത്യയിൽ ഏതൊരു പൗരനും ഇഷ്ടമുള്ള വ്യവസായം ചെയ്യുന്നതിനും സംരംഭം ചെയ്യുന്നതിനും മൗലിക അവകാശം ഉണ്ടെന്നാണ്. ഒരു മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നേരിടുക എന്ന് വ്യാപാര സമൂഹം ചിന്തിക്കേണ്ടതാണ്. ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൺസെഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും ഇന്ന് കാണുന്ന ചെറുകിട വ്യാപാരികളും ഈ പറയുന്ന തലത്തിലേക്ക് ഉയർന്നു വരണം. അതായത് ഒരു ക്ലസ്റ്റർ ബേസ്ഡ് ആണെങ്കിൽ കൂടി ഈ ചെറുകിട വ്യാപാരികൾ ചേർന്നുകൊണ്ട് ചെറിയ ചെറിയ കൺസോർഷ്യങ്ങൾ രൂപപ്പെടുത്തുകയും ആ കൺസോർഷ്യങ്ങൾ ഓൺലൈൻ വ്യാപാര മേഖലയിൽ ഇടപെടുകയും അതിനോട് കോമ്പീറ്റ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഒരു 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 ശക്തി ആർജിക്കുകയും വേണം എന്നുള്ളതാണ് ഞാൻ ഈ വ്യാപാരി സമൂഹത്തിന്റെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾക്കെതിരെ നമ്മൾ മുഖം തിരിഞ്ഞു നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ AI വരാൻ പോകുന്നു എന്ന് നമ്മള് പറഞ്ഞു. ചാറ്റ് GPT ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീപ് സീക്ക് R1 രാജ്യത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ടെക്നോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെ എങ്ങനെ തന്റെ ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യാൻ കഴിയും? ഒരു ചെറിയ കച്ചവടക്കാരന് ഒരു പക്ഷെ അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനാണ് കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളും ചർച്ചകളും ക്ലസ്റ്റർ സമീപനങ്ങളും ഒക്കെ സ്വീകരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത്തരം ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ കഴിയും. അത്തരം ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഏതൊരു മേഖലയായാലും രാജ്യത്ത് ഉണ്ടാകുന്ന സാങ്കേതികമായിട്ട് വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി മുന്നേറിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് കാര്യമായ ഒരു പരിഗണന ഈ ബഡ്ജറ്റിൽ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കയറെടുത്താലും കൈത്തറി എടുത്താലും അതുപോലെ തന്നെ MSME സെക്ടറിന് മാത്രം 1131.36 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. വൻകിട വ്യവസായങ്ങൾക്ക് 795 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. കൊച്ചി പാലക്കാട് കോറിഡോർ 20 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. സ്പോർട്സ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു 5 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. കളിപ്പാട്ട നിർമ്മാണം ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ ബജറ്റില് ഊന്നൽ കൊടുത്ത ഒരു മേഖലയാണ് കളിപ്പാട്ട നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു ടോക്കൺ എമൗണ്ട് എന്ന നിലയിൽ 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, നമുക്കറിയാം കേരളത്തിന്റെ ഈ ചെറുകിട വ്യവസായ മേഖല ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ്. ഒരു പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന രീതിയിൽ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തീരെയില്ല. വളരെ ചെറിയ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. അതിനെ ഓവർകം ചെയ്യുന്നതിനാണ് നമ്മൾ പല പദ്ധതികളും ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത്.
ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇന്ന് 32 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് ഗവൺമെന്റ് അനുമതി കൊടുക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വച്ചിട്ടുള്ള മറ്റൊരു പ്രധാന കാര്യം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഒരു 5 ഏക്കറിൽ ഉള്ള സ്ഥലത്ത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ രൂപപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് 1.5 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ അതിന് ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പല സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ അതൊക്കെ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കിട്ടാനില്ല. കുട്ടികൾക്ക് സാങ്ഷൻഡ് സ്ട്രെങ്ത്തിന്റെ 50% അറ്റൻഡൻസ് വേണം. അത് തന്നെ അതിന്റെ സക്സസ് റേറ്റ്, കുട്ടികൾ എക്സാം എഴുതിയാൽ അതിന്റെ സക്സസ് റേറ്റ് 50% കുറയാൻ പാടില്ല. ഇങ്ങനെ കുറയുന്ന സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് പല സ്ഥാപനങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പല കോഴ്സുകളും നിർത്തേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒത്തിരി സ്ഥലം വേസ്റ്റ് ആയിട്ട് കിടക്കുന്നു, അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്നു. ഒത്തിരി ബിൽഡിങ്ങുകൾ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്നു. ഞാൻ തന്നെ പല ഇതുപോലുള്ള കോളേജുകളിലും പോയി അത് പ്രൈവറ്റ് എസ്റ്റേറ്റ് ഒക്കെ ആക്കുന്നതിനുള്ള നടപടികളും മറ്റുമൊക്കെ സ്വീകരിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം വ്യവസായ വാണിജ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ ബഡ്ജറ്റിന്റെ ഒക്കെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്കറിയാം വളരെ മോശം അവസ്ഥയിലാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി തീരെ മോശമാണ്. അതുപോലെ അതുകൊണ്ട് പരമാവധി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനം. ശരി വ്യക്തമാണ്. ശ്രീ ടി നരേന്ദ്രൻ, ഇതില് ഒരു ഒറ്റ വിഷയം സാറേ പറയൂ. ഇതിലൊറ്റ കാര്യത്തില് ചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ഫ്ലിപ്കാർട്ടോ ആമസോണോ അതല്ലെങ്കിൽ സ്വിഗ്ഗിയോ സൊമാറ്റോ ഒന്നും നിരോധിച്ചുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വ്യാപാരി സമൂഹത്തിനും ഇല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവര് നടത്തുന്ന പകൽ പോലെ വ്യക്തമായിട്ടുള്ള നികുതി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. നിങ്ങളൊരു മൊബൈൽ ഫോൺ നിങ്ങൾ ഓൺലൈനിൽ പല സൈറ്റുകളിലും പോയി വാങ്ങിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, GST ഓപ്ഷണൽ. അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ അതുവരെ സെലക്ട് ചെയ്ത വിലയല്ല, അപ്പൊ GST കൂടെ ആഡ് ചെയ്യും. അതിന്റെ അർത്ഥം അത് GST ഇല്ലാതെ നിങ്ങൾക്ക് പരസ്യമായി വിൽക്കുന്നു. എന്താ നിങ്ങൾ നടപടി എടുക്കാത്തത്? അങ്ങനെ നടപടി എടുത്താൽ പോലും കേരളത്തിലെ ചെറുകിട വ്യാപാരികൾക്ക് ആ വിലക്കത് വിൽക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ചർച്ച വിശാലമായി പോകുന്ന എനിക്കറിയാം. പക്ഷെ സാറ് പറഞ്ഞതിനെ കൂട്ടിച്ചേർത്ത് അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓൺലൈൻ മേഖലയിൽ പരസ്യമായി നടത്തുന്ന ഈ നികുതി വെട്ടിപ്പിനെതിരെ സംസ്ഥാന ഗവൺമെന്റിന് നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അത് സ്വീകരിച്ചാൽ തന്നെ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി. ശ്രീ നരേന്ദ്രൻ, ചെറുകിട വ്യവസായ മേഖല ബഡ്ജറ്റിൽ തൃപ്തരല്ല. അവർ പ്രതീക്ഷിച്ചത് ബഡ്ജറ്റിൽ നിന്ന് കിട്ടിയില്ല. അതുപോലെ തന്നെ ശ്രീ TS ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ മുൻപോട്ട് വരുന്ന ആധുനിക സാങ്കേതിക വിദ്യയോട് മുഖം തിരിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ IT മേഖലയ്ക്ക് ആവശ്യത്തിനുള്ള പരിഗണന ബഡ്ജറ്റിൽ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ നരേന്ദ്രൻ, ക്ലിയർ അല്ലേ? ക്ലിയർ, കേൾക്കാം, പറഞ്ഞോളൂ. അതെ, MSME എന്ന് പറയുന്നതാണ് പഴയ നമ്മുടെ ചെറുകിട വ്യാപാര മേഖല. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏതാണ്ട് 8 കോടി ആളുകളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവന ഇന്ത്യ. സ്വാഭാവികമായും ഇന്ത്യയും സംസ്ഥാനവും ഈ സെക്ടറിലേക്ക് നല്ല വിധത്തിലുള്ള കെയറും പ്രൊട്ടക്ഷനും ഇന്നവിറ്റബിളാണ്, തർക്കമില്ല. ഇവിടെ കേരള സംസ്ഥാനത്തിലുള്ള അനുഭവം എന്താ? കഴിഞ്ഞ 3 കൊല്ലത്തിലധികം കാലമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ചെറുകിട വ്യാപാര മേഖലയിലെ MSMEയിലെ കുതിപ്പുണ്ടാവുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനുഭാവപൂർണമായ ഒരു നിലപാട് മുഖാന്തരമാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന 3 കൊല്ലത്തിനിടയിൽ ഏകദേശം ഏതാണ്ട് 21,000 കോടി രൂപയുടെ പ്രൈവറ്റ് നിക്ഷേപം വന്നു. പഴയ പോലെയല്ല, 7 ലക്ഷം പേര് ഇപ്പം അതിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യായമായും അവരുടെ ഡിമാൻഡിനോട് ലോജിക്കലി കൺക്ലൂഡ് ചെയ്ത് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പൂർണ്ണമായും നടപ്പിലാക്കി എന്ന് വരുന്നില്ല. പക്ഷേ അതിനോട് വളരെ അനുഭവപൂർണമായി അവർക്ക് ആവുന്നതെല്ലാം സഹായിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. GSTയുടെ കടുംപിടുത്തവും GSTയുടെ കെട്ടുപാടും സങ്കീർണതയും നമ്മൾ
ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ പരിധിക്ക് പുറത്താണ്. വിഷയം എന്താ? യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പറ്റീഷനില് വലിയ ജയൻസിന് നിന്നാൽ മതി എന്ന രീതിയിൽ എല്ലാ സെക്ടറുകളെയും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു പൊതു സമീപനമുണ്ട്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ഫൈറ്റിനുള്ള കൈത്താങ്ങ് കൊടുക്കാൻ ഒരുപക്ഷെ മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ കേരള സംസ്ഥാനം ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കണ്ടൻഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ 3 കൊല്ലത്തിനിടയിൽ ഏതാണ്ട് 3,30,30,000-ലധികം യൂണിറ്റുകള്, 7 ലക്ഷം തൊഴിലവസരങ്ങള്, ഏതാണ്ട് 21,000 കോടി രൂപ നിക്ഷേപം ചെറിയ സംസ്ഥാനമായിട്ട് പോലും അത് സാധിക്കുന്നുണ്ട്. അവർക്ക് പരമാവധി സഹായം കൊടുക്കുമ്പോൾ ടെക്നോളജി വരണ്ടെന്നോ ടെക്നോളജി വേണ്ടെന്നോ ഒരു നിലപാട് ഇല്ല. ടെക്നോളജിയുടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഹബ്ബായി മാറുക എന്നുള്ളതാണ് താല്പര്യമൊന്നുമില്ലെങ്കിലും നീതി ആയോഗ് സർട്ടിഫിക്കറ്റ് കൊടുത്തേണത്. നിക്ഷേപ സൗഹൃദത്തിനും വ്യാപാര സൗഹൃദത്തിനുമായി കേരള സംസ്ഥാനത്തിനുണ്ടായിരുന്ന 15ാം റാങ്ക് പഴങ്കഥയാ, ഇപ്പൊ റാങ്ക് നമ്പർ 1 നീതി ആയോഗ് കൊടുത്തതാ. നീതി ആയോഗിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്തൊക്കെയാ? അത് നിങ്ങൾ സ്കൂൾ പണിയാൻ പോണതാണ്, ആശുപത്രി പണിയാൻ പോണതാണ്, പെൻഷൻ കൊടുക്കാൻ പോണതാണ്, അതും നോ കോംപ്രമൈസ് എന്നൊരു സംസ്ഥാന സർക്കാർ പറയുന്നു. അത് അവരുടെ ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. നമ്മുടെ ആശുപത്രി എടുക്കാം, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ആശുപത്രി എടുക്കാം. പണ്ട് നമ്മുടെയൊക്കെ കാലത്ത്, അല്ലെങ്കിൽ എന്റെയൊക്കെ കാലത്ത് അവിടെ പാരസെറ്റമോൾ ഉണ്ടോ ചോപ്പോൾ ഉണ്ടോ എന്നാണ് അന്വേഷിക്കുക അല്ലേ. ഇപ്പൊ എന്താ അന്വേഷിക്കുന്ന? സ്റ്റണ്ട് ഉണ്ടോ? നോക്കൂ, വന്ന മാറ്റം എന്താ? അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്താ? ബേസിക് കാര്യങ്ങളല്ലേ. നമ്മുടെ റോഡ്, പശ്ചാത്തല വികസനം, വ്യാപാരത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. 2025 ഡിസംബറില് തീരദേശ ഹൈവേ തുറന്നു കൊടുക്കുമ്പോൾ ഇന്ന് മന്ത്രി പറഞ്ഞത് അടുത്ത ബജറ്റ് സമ്മേളനത്തിന് മലബാറിലെ ആളുകൾക്ക് ആ റോട്ടിൽ കൂടെ വരാന്നാ. സ്വാഭാവികമായിട്ടും ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വ്യാപാരത്തെയും അതനുസരിച്ചുള്ള ടെക്നോളജിനെയും ലേബറിന്റെ മൊബിലിറ്റിനെയും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യവസായ സൗഹൃദ, നിക്ഷേപ സൗഹൃദ ഒരു പരിപ്രേക്ഷ്യം കേരള സംസ്ഥാനത്ത് സജ്ജമായിരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണണം. കുറവില്ല എന്നല്ല. ശരി, അഡ്വക്കേറ്റ് റിയാസ്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 79,509 കോടി രൂപ കരകൗശല വ്യവസായ മേഖലയ്ക്ക് പണം നീക്കിയിരുത്തിയിട്ടുണ്ട്. കൈത്തറി, യന്ത്രത്തറി മേഖലയ്ക്ക് 56.89 കോടി രൂപ. ഹാൻഡെക്സിന് പുതിയ പുനരുജ്ജീവന പദ്ധതി. അതുപോലെ തന്നെ കൈത്തറി സഹകരണ സംഘങ്ങളുടെ പുനരുദ്ധാരണത്തിന് 3 കോടി രൂപ. കയർ മേഖലയ്ക്കാകെ 107.64 കോടി രൂപ. കശുവണ്ടി മേഖലയുടെ പുനരുദ്ധാരണത്തിന് 30 കോടി രൂപ. ഇങ്ങനെയൊക്കെ ബഡ്ജറ്റിൽ തുക നീക്കിയിരുത്തിയിട്ടുണ്ട്. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയുടെ പുനരുദ്ധാരണം ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണെന്ന് പറയേണ്ടി വരില്ലേ? വ്യവസായ മേഖലയ്ക്ക് പ്രതീക്ഷയുണ്ടോ? അല്ല, വ്യവസായ മേഖലയ്ക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ. അതുകൊണ്ടുള്ള വ്യാപാര സൗഹൃദ ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരിവേദനങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ചെറുകിട വ്യാപാര മേഖല, വ്യവസായ മേഖലക്ക് കുറെ അധികം പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ വ്യാപാരികളായിട്ടുള്ള, സാധാരണ നേരത്തെ ചന്ദ്രൻ സാറ് പറഞ്ഞ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ അതിലേക്കാണ് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അൺസ്കിൽഡ് ആയിട്ട് ആളുകളുള്ള ആ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രൊഫഷണൽ ടാക്സുകൾ അടക്കം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട്. അതുകൂടി ബഡ്ജറ്റ് ചർച്ചയുടെ ഭാഗമായി നമുക്കത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾ നടന്നാൽ, ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം മാറ്റിവെച്ച പ്രഖ്യാപനങ്ങൾ നടന്നാൽ തീർച്ചയായും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ നിക്ഷേപ സൗഹൃദമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. ശരി, ശ്രീ TS ചന്ദ്രൻ, ബഡ്ജറ്റ് ഭാവി കേരളത്തെ സംബന്ധിച്ച് പ്രതീക്ഷാനിർഭരമായൊരു ചിത്രമാണോ വരച്ചു കാട്ടുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും വികസന പദ്ധതികൾക്കും ബഡ്ജറ്റ് പണം നീക്കി വെച്ചിട്ടുണ്ട്. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ നമ്മുടെ നരേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഈ കേരളത്തിന്റെ സംരംഭ മേഖലയിൽ സമഗ്രമായൊരു മാറ്റം വന്നിട്ടുണ്ട്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നിരവധി പുതിയ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. 2018 MSME ഫെസിലിറ്റേഷൻ ആക്ട് മുതൽ ഇങ്ങോട്ട് ചെറുകിട സംരംഭകർക്ക് അനുകൂലമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് ഉൾപ്പെടെ
നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ ഫോക്കസ് ചെറുകിട വ്യവസായ മേഖലയിലേക്ക് ആയിരിക്കണമെന്നും അതിലൂടെ അല്ലാതെ ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോ ഞാനൊക്കെ ഈ വ്യവസായ വകുപ്പിന്റെ സർവീസിൽ കയറുന്നത് 10-15 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഒരു വ്യക്തി ഒരു ലൈസൻസിന് അപേക്ഷിച്ചാൽ അത് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് പ്രോപ്പർ ചാനലിൽ, ഇന്ന് പര്യാപ്തമായിട്ടുള്ള KSIPT എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിൽ ഇന്നൊരു പഞ്ചായത്ത് ലൈസൻസിനോ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിക്കോ അല്ലെങ്കിൽ ഒരു ലേബർ അനുമതിക്കോ അല്ലെങ്കിൽ ടൗൺ പ്ലാനറുടെ അനുമതിക്കോ ഈ KSIPT എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടന്നത് കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്താണ്. പക്ഷെ അത് ഇപ്പോൾ അത് വളരെ ഫലപ്രദമായി അതിന്റെ ഒരു പ്രവർത്തനം വന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് അത് വലിയൊരു ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാണിജ്യ മേഖല, ഈ വാണിജ്യ മേഖലയെ ചെറുകിട വ്യവസായ മേഖലയായി അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും ഇതിനനുസൃതമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത് ഉദ്യം രജിസ്ട്രേഷനാണ്. ആ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ തന്നെ അതില് വളരെ കൃത്യമായിട്ട് ഒരു ലൈൻ എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഈ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് വായ്പ ആവശ്യങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിന് മാത്രമേ പര്യാപ്തമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറുകിട വ്യവസായ മേഖലയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ നൽകുന്നത്. പക്ഷെ അതുകൊണ്ട് വേറൊരു കാര്യമുള്ള എന്താന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി പോലുള്ള സൗകര്യങ്ങള് വ്യാപാര മേഖലയ്ക്ക് ഇന്ന് ലഭിക്കും എന്നുള്ളതാണ്. സർക്കാരിന്റെ നേരിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാക്ക്ഡ് സബ്സിഡി പോലുള്ള കാര്യങ്ങളൊന്നും ലഭിക്കില്ല എങ്കിലും ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി പോലെ ഇപ്പോ ക്രെഡിറ്റ് ഗ്യാരണ്ടി കഴിഞ്ഞ ബജറ്റില് 5 കോടി രൂപ വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം. ഇപ്പൊ അത് 10 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റ് വരെ 5 കോടിയായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു വായ്പ ഇപ്പൊ ഒറ്റയടിക്ക് ബാങ്ക് കൊടുക്കണമെന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി പോലുള്ള, അതായത് ഇപ്പൊ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാനില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് അതിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാതെ തന്നെ വായ്പ എടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഈ ഉദ്യം രജിസ്ട്രേഷൻ വന്നതോടുകൂടി ലഭ്യമായിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ 2-3 വർഷത്തിനുള്ളിൽ വിപ്ലവകരമായ മാറ്റം സംരംഭ വികസന രംഗത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ നിലവിളിയാണ്. നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. ബഡ്ജറ്റ് കേരള ജനതയെ പരിഹസിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുമ്പോഴും ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റ് കേരളത്തിൻ്റെ ഭാവി വികസനത്തിൻ്റെ രൂപരേഖ മുമ്പോട്ട് വയ്ക്കുന്നു. IT വ്യവസായ മേഖലകൾ കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുമെന്ന തിരിച്ചറിവ് ബഡ്ജറ്റിൽ പ്രകടമാണ്. നഗരവികസനത്തിനും അടിസ്ഥാന മേഖലയ്ക്കും തുക നീക്കിവെച്ച ബഡ്ജറ്റ് സാധാരണക്കാരൻ്റെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഡീകോഡിംഗ് ബഡ്ജറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ TS ചന്ദ്രൻ, ശ്രീ അനൂപ് VR, അഡ്വക്കേറ്റ് AJ റിയാസ്, ശ്രീ T നരേന്ദ്രൻ, നന്ദി. നമസ്കാരം.